അതിൽ പറയുന്നത് ഈ NGOസിന്റെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ സൊസൈറ്റികളുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആസ്തി മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാട് അല്ലല്ല. അത് ജനാധിപത്യ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത്? ഒരു ലോയില് ഏത് ലോ ആണെങ്കിലും അതിൻ്റെ എതിരെ ആ നിയമത്തിൻ്റെ എതിരെ നിങ്ങൾ പുറത്തുനിന്ന് കാശ് കൊണ്ടുവരുന്ന കാശ് ഉപയോഗിച്ചാൽ അത് മണി ലോണ്ടറിങ് ആക്ടാണ്, മണി ലോണ്ടറിങ്ങിൻ്റെ വയലേഷനാണ്. FCRA പ്രകാരം കാശ് കൊണ്ടുവന്നാൽ FCRA റദ്ദാവില്ല. FCRA കാശ് മിസ്യൂസ് ചെയ്താൽ ആണ് FCRA പെർമിഷൻ റദ്ദാവുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു പെർമിഷൻ കൊടുക്കുമ്പോൾ FCRA നിങ്ങളൊരു ലെജിറ്റിമേറ്റ് കാരണങ്ങൾ വേണ്ടി ആ കാശ് ഉപയോഗിക്കുന്നു എന്നൊരു ഡെക്ലറേഷൻ കൊടുക്കുന്നു. ഒരു റിലീജിയസ് പർപ്പസ് ആണോ, എഡ്യൂക്കേഷണൽ പർപ്പസ് ആണോ, സ്കില്ലിംഗ് പർപ്പസ് ആണോ, സോഷ്യൽ വർക്ക് പർപ്പസ് ആണോ എന്ന് ഡിക്ലറേഷൻ കൊടുത്തിട്ടാണ് FCRAൻ്റെ അനുവാദം കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ വയലേറ്റ് ചെയ്തിട്ട് കാശ് ഉപയോഗിച്ചാൽ പിന്നെ ലൈസൻസ് റദ്ദാവും. അല്ലല്ല, മണി ലോണ്ടറിങ് നോക്കൂ. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് മണി ലോണ്ടറിങ്ങിൻ്റെ സ്ട്രക്ചർ എന്താണ് ഇന്ത്യയിൽ? EDക്ക് PMLA മണി ലോണ്ടറിങ് ലോയിൽ മണി ലോണ്ടർ ചെയ്താൽ അതിന് സീസ് ചെയ്യാൻ ഒരു അവകാശം ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റീസിനുണ്ട്. മണി ലോണ്ടറിങ് പുറത്തുനിന്ന് വരുന്ന കാശ് ഇന്ത്യത്തെ കാശല്ല, അതിൻ്റെ സോഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കാശ് FCRA പ്രകാരം നിങ്ങൾ നിയമപരമായി ഉപയോഗിക്കണം എന്നാണ് FCRAൻ്റെ ഒരു കണ്ടീഷൻ. അത് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് FCRA ലാപ്സ് ആവും, ക്യാൻസലാവും. ക്യാൻസലായ ഈ ആസെറ്റ്, ഈ കാശ് വഴി ഉണ്ടാക്കിയ ആസെറ്റ് മണി ലോണ്ടറിങ്ങിൻ്റെ പ്രൊസീഡ്സ് ആയിട്ട് കാണും. അല്ല, ഇത് നിയമം, ഇതാണ് നിയമം. പറയൂ. അല്ല, ഞാൻ ഇന്നലെയും മിന്നാണ്ട് എല്ലാവരുടെയും സംസാരിച്ചല്ലോ. ഒരു ആശങ്കയുണ്ട്, പക്ഷെ അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മണി ലോണ്ടറിങ് ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ടെററിസമിനെ ഫണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും യൂറോപ്പിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും മണി ലോണ്ടറിങ്ങും മിസ്യൂസ് ഓഫ് ഫോറിൻ ഫണ്ട്സ് ടു ഡീസ്റ്റെബിലൈസ് ഓർ ഫണ്ട് ക്രൈം ആൻഡ് ടെററിസം ഒരു വലിയ വിഷയമാണ്. ഇത് അങ്ങനെ ഇന്നലെ ചങ്ങനാശ്ശേരി പിതാവ് ഒരു പോസ്റ്റ് ഇട്ടല്ലോ. അതിൽ വായിച്ചോ? എന്താ പറഞ്ഞതെന്ന്? ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, ഇത് ചർച്ച നടത്തട്ടെ. പക്ഷെ അതിങ്ങനെ ഓടിച്ചാടി പിടിച്ച് കോൺഗ്രസും കേരള കോൺഗ്രസ് മാണിയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിഡ്ഢികളാണോ ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ചെയ്യാൻ? അല്ലല്ല, അതല്ല. നോക്കൂ, ഇതിന് ചർച്ച നടക്കണം. എങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക, ഒരു വറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഒരു ഉറപ്പ് തരുന്നു, ഒരു കാരണവശാലും ആരെയും ഉപദ്രവിക്കില്ല ഒരു സ്ഥിതി ഈ FCRA വഴി ഉണ്ടാവില്ല. എൻ്റെ ഉറപ്പാണ്, 100% ഗ്യാരണ്ടി. ഇതെന്തിനാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഞാൻ അതാ പറഞ്ഞു. FCRA നിങ്ങൾ അങ്ങനെ പറയല്ലേ പ്ലീസ്. FCRA റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല FCRA യൂസ് ചെയ്യുന്നത്. എത്രയോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, എത്രയോ കോളേജസും ട്രസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഈ FCRA അവരെല്ലാവരും കവർ ചെയ്യുന്നല്ലേ. ഇതെങ്ങനെയാണ് ഇത് ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രം ബാധിക്കുന്നത്? എല്ലാവർക്കും. തിരുപ്പതി ദേവസ്വം ബോർഡ് FCRAൻ്റെ പെർമിഷൻ ഇല്ലേ? അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഇത് അങ്ങനെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു വറി ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്, പാർട്ടി തയ്യാറാണ്, ഹോം മിനിസ്റ്റർ തയ്യാറാണ്, മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ തയ്യാറാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് നിങ്ങൾ പെട്ടെന്ന് ചാടി പിടിച്ച് കോൺഗ്രസിൻ്റെ നറേറ്റീവ് പിടിക്കണ്ട. കോൺഗ്രസിന് എന്ത് ക്രെഡിബിലിറ്റിയാ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ മണി ലോണ്ടറിങ്ങിൻ്റെ എതിരെയോ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി? ഇതാണ് ഇതിൻ്റെ സത്യം. ഇതാണ് FCRA ഒരു നോൺ ഇഷ്യൂ ആണ്. ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടത്തുന്നു കോൺഗ്രസ്, അതിൽ പെടരുതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ നോക്കൂ, സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കാണട്ടെ. അദ്ദേഹത്തിൻ്റെ നിലവിൽ MLA 10 കൊല്ലം എന്ത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ കാണട്ടെ.
ഞാൻ ധർമ്മടത്ത് പോയപ്പോൾ മുഖ്യമന്ത്രിൻ്റെ നിയോജക മണ്ഡലത്തിൽ എന്ത് നടന്നില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കൂ, ഞാനിപ്പോൾ പനത്തുറയിൽ നിന്ന് വരികയാണ്. ഇവിടുത്തെ MLA ഒരു ബ്രോഷർ അടിച്ചിട്ട് അതിൽ പറയുകയാണ് പനത്തുറയിൽ പാലം കെട്ടിയിട്ടുണ്ട്, അവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈറ്റ് കെട്ടിയിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അത് വെരിഫൈ ചെയ്യാൻ പോയതായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ഇതെല്ലാം ഫ്ലെക്സ് വെച്ച് സോഷ്യൽ മീഡിയയിൽ 2-4-5 ട്രോളും വെച്ച് ഒരു പ്രചരണം നടത്തി ജനങ്ങളെ വിഡ്ഢിയാക്കാനൊരു ശ്രമം ചെയ്യട്ടെ. ഞാൻ പരസ്യ സംവാദത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന സമയത്ത് ഞാൻ പറയും, പേടിക്കണ്ട. അത് ഞാൻ പറഞ്ഞറിയാം. അത് 2 ദിവസമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഭയങ്കര ഇംപേഷ്യൻ്റ്. ശബരിമല വിഷയത്തിൽ സജീവമായ പ്രചാരണത്തിന് BJP തയ്യാറാവാത്തത് അതിന്റെ നേട്ടം UDF കൊണ്ടുപോകുന്ന ആശങ്ക വല്ലതും? എനിക്കൊരാശ ഇത് നോക്കൂ, ശബരിമല ഇഷ്യൂ 2018 നടന്ന ഉപദ്രവവും 3000 പേരിൻ്റെ എതിരെ കേസും കോൺഗ്രസ് അന്ന് 2 കൊല്ലം CPM-നെ പിന്തുണ ചെയ്ത കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ ആവശ്യം 2018-19 BJP-ൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജയിലിൽ അയക്കണമെന്നും കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു 19 തന്ത്രിനെ ജയിൽ അയക്കണമെന്നായിരുന്നു അവരുടെ നിലപാട്. 2 കൊല്ലം അവർ CPM-ൻ്റെ നിലപാടിന് പിന്തുണ കൊടുത്ത കോൺഗ്രസ് പാർട്ടി ഇന്ന് കൊള്ള നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിനൊപ്പം ഫോട്ടോഗ്രാഫ്സ് എല്ലാം പുറത്തു വരുമ്പോൾ എന്തിനാണ് കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്ക് തന്നെ ഒരു അതിശയം. അവർക്ക് ഈ ഇഷ്യൂ തൊടാൻ പാടില്ല. ഈ ഇഷ്യൂ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് BJP ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഗിമ്മിക്ക് രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയല്ല. ഈ ഇഷ്യൂ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും. നരേന്ദ്രമോദിജിയുടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം ജയിലിൽ അയക്കാൻ പോകുന്നത് BJP ഇന്ത്യയാണ്. അത് BJP ഇന്ത്യൻ്റെ MLA-മാരോ BJP ഇന്ത്യയിലെ സർക്കാരോ അവരെ ജയിലിൽ അയക്കുന്ന ഞാൻ 100% മോദിജീൻ്റെ ഗ്യാരണ്ടി ഇന്ന് ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു, പറയുന്നു. അതല്ല അവരുടെ കൺഫ്യൂഷൻ. പിന്നെ MABB നമ്പർ ഞാൻ കൊടുക്കണോ മുഖ്യമന്ത്രിക്ക്? പിന്നെ ശിവൻകുട്ടി മിന്നാന്ന് എന്താ പറഞ്ഞത്? SDPI-ൻ്റെ പിന്തുണ ഞാൻ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അത് ബേസിസിലാണ് ഞാൻ ജയിക്കാൻ പോകുന്നു എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് കൺഫ്യൂഷൻ എനിക്കറിയില്ല. കൺഫ്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടല്ലോ. നോക്കൂ, ഇതെല്ലാം ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം CPM SDPI-ൻ്റെ പിന്തുണ എടുത്തിട്ട് ഒരു ഡെസ്പറേറ്റ് കണ്ടീഷനിലാണ് CPM. 2 പാർട്ടിയും ഇന്ന് വികസനത്തിനെ കുറിച്ചോ നാടിനെക്കുറിച്ചോ ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. അവരെ ഫുൾ ടൈം ജോബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാൽ പിടിക്കുക, അത് കാണുമ്പോൾ അവരുടെ B ടീമായ CPM SDPI-ൻ്റെ കാൽ പോയി പിടിക്കുക. അതാണ് അവരുടെ രാഷ്ട്രീയം. ഇതാണ് ഫുൾ സ്റ്റോപ്പ്.